ഓക്കെ, നമുക്ക് ഇന്നലെ പറഞ്ഞതിന്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം. നമ്മൾ എഡി കറന്റ് ടെസ്റ്റിംഗ് പ്രൊസീജിയറും അതിന്റെ ടെസ്റ്റിംഗ് പ്രിൻസിപ്പിൾ, പ്രൊസീജിയർ അല്ല ടെസ്റ്റിംഗ് പ്രിൻസിപ്പിൾ നമ്മൾ ഇന്നലെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറച്ച് ഫിസിക്സ് ടേംസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വാട്ട് ഈസ് ഇലക്ട്രിസിറ്റി, ദെൻ വാട്ട് ഈസ് ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് അല്ലെങ്കിൽ EMF, ദെൻ നെക്സ്റ്റ് വാട്ട് ഈസ് റെസിസ്റ്റൻസ്, ദെൻ വാട്ട് ഈസ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, ദെൻ സെൽഫ് ഇൻഡക്ഷൻ. ഐ തിങ്ക് ഇതുവരെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ കോയിലിന്റെ ഇറ്റ് സെൽഫ് അതിനുള്ള പ്രോപ്പർട്ടിയാണ്, കോയിലിന്റെ പ്രോപ്പർട്ടിയാണ്. എന്താണ് ഈ പ്രോപ്പർട്ടി അല്ലെങ്കിൽ സെൽഫ് ഇൻഡക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കോയിലിനകത്തൂടെ നമ്മൾ ഒരു AC കറണ്ട് പാസ് ചെയ്യുമ്പോൾ ആ AC കറണ്ടിന്റെ ഗ്രോത്തിനെ ഓപ്പോസ് ചെയ്യാനുള്ള ആ മെറ്റീരിയലിന്റെ ഒരു എന്താ പറയാ സെൽഫ് അയാളുടെ ഇൻബിൽട്ട് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് അല്ലെ, അതിനാണ് നമ്മൾ സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി പ്രോപ്പർട്ടി ഓഫ് എ കോയിൽ ടു ഓപ്പോസ് ഗ്രോത്ത് ഓർ ഡീകേ ഓഫ് കറണ്ട് ഇൻ ദി കോയിൽ by producing an induced EMF or induced current. Then flux through coil is directly proportional to current through coil. നമുക്കറിയാം, ഒരു കോയിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ആ കോയിൽ വൈൻഡിങ്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഫ്ലക്സ് ജനറേറ്റ് ചെയ്യും, അല്ലെങ്കിൽ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ജനറേറ്റ് ചെയ്യും. സോ അത് രണ്ടും തമ്മിൽ, ആ ഒരു കറണ്ടും ജനറേറ്റ് ചെയ്യുന്ന ഫ്ലക്സ് ഡെൻസിറ്റിയും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് I is equal to L into I, where L is called as self inductance of the coil. Okay, ഇത്രയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്. Then next, inductive reactance. What is inductive reactance? It is a property of a coil to oppose AC flow of current through it. ഇവിടെ നിങ്ങൾക്ക് ഫിഗറിനകത്ത് ഒരു രണ്ട് വൈൻഡിങ് ഉള്ള കോയിൽ കാണിച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ ഇവിടെ രണ്ട് വൈൻഡിങ്സ് ഉള്ള, രണ്ട് ടേണിങ്സ് ഉള്ള കോയിൽ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു AC സോഴ്സ് നമുക്ക് കാണാം, താഴെ ഒരു AC സോഴ്സ് ഉണ്ട്. ഈ AC സോഴ്സിൽ നിന്നും ഒരു പ്രൈമറി കറണ്ട്, റെഡ് കളറിൽ പ്രൈമറി കറണ്ട് പോകുന്നതായിട്ട് നിങ്ങൾക്ക് എയറോ കാണാം. റെഡ് കളർ പ്രൈമറി കറണ്ടിനെയാണ്, അതായത് AC സോഴ്സ് കൊടുക്കുന്ന കറണ്ട്. അപ്പൊ കോയിലിലൂടെ ഒരു പ്രൈമറി കറണ്ട് പാസ് ചെയ്യുമ്പോൾ നമുക്കറിയാം കോയിൽ വൈൻഡിങ്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് അല്ലെങ്കിൽ വൈൻഡിങ്സിന് അബൌട്ട് ആയിട്ട് ലൈൻസ് ഓഫ് ഫോഴ്സ് ജനറേറ്റ് ചെയ്യും. അത് ഇവിടെ ബ്ലൂ കളറിൽ നിങ്ങൾക്ക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഇവിടെ കാണാം. ദാറ്റ് ഈസ് പ്രൈമറി മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു പ്രൈമറി കറണ്ട് അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു കോയിൽ വൈൻഡിങ് മാത്രം ഇറ്റ്സെൽഫ് ഞാൻ എടുക്കുകയാണ്. ഫസ്റ്റ് ഈ ഒരു ടേണിങ്, ഈ ഒരു വൈൻഡിങ് ഞാൻ എടുക്കുകയാണ്. അപ്പൊ ഇവിടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഇതിൽ ലൈൻസ് ഓഫ് ഫോഴ്സ് ഇതേപോലെ സർക്കുലേറ്റ് ചെയ്ത ലൈൻസ് ഓഫ് ഫോഴ്സ് ഉണ്ട്. ഈ ലൈൻസ് ഓഫ് ഫോഴ്സ് രണ്ടാമത്തെ ടേണിങ്ങിനെ കട്ട് ചെയ്യും അല്ലെ. ഇതിലൂടെ AC പാസ് ചെയ്യുമ്പോൾ രണ്ടാമത്തെ ടേണിങ്ങിലൂടെ ഈ ലൈൻസ് ഓഫ് ഫോഴ്സ് കട്ട് ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഈ രണ്ടാമത്തെ ടേണിങ്ങിൽ ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും അല്ലെ. അതിനാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഇൻഡക്ഷൻ അല്ലെങ്കിൽ ആ ഒരു കറണ്ട് എന്ന് പറയുന്നത് ജസ്റ്റ് ഓപ്പോസിറ്റ് ടു പ്രൈമറി കറണ്ട്. അതാണ് ഇവിടെ ഗ്രീൻ കളറിൽ നിങ്ങൾ ഒരു കറണ്ട് കാണുന്നുണ്ട്. ഞാൻ ഒന്ന് ക്ലിയർ ചെയ്യാം. നമ്മൾ ആദ്യം ഒരൊറ്റ സിംഗിൾ ടേണിങ് മാത്രം എടുക്കുകയാണ്. ഞാൻ ഇത്ര ഏരിയ, ഈ ഒരു ബോക്സിന് അല്ലെ ഈ ഒരു സർക്കിളിനുള്ളിലുള്ള ടേണിങ്, ഈ ഒരു ടേണിങ്ങിലൂടെ പ്രൈമറി കറണ്ട് ഇങ്ങനെ പോകുമ്പോൾ ഇതിന് അറൗണ്ട് ആയിട്ട് ലൈൻസ് ഓഫ് ഫോഴ്സ് ഉണ്ട്. അതാണ് ബ്ലൂ കളറിൽ കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ലൈൻസ് ഓഫ് ഫോഴ്സ് ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിന്റെ തൊട്ടടുത്തുള്ള രണ്ടാമത്തെ വൈൻഡിങ്ങിനെ കട്ട് ചെയ്യും. കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ലൈൻസ് ഓഫ് ഫോഴ്സ് കാരണം ഈ കോയിലിനകത്ത് ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും. ദാറ്റ് ഈസ് ഇൻഡ്യൂസ്ഡ് കറണ്ട് അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ആ കറണ്ട് എന്ന് പറയുന്നത് വിച്ച് ഈസ് ഓപ്പോസിറ്റ് ടു അപ്ലൈഡ് കറണ്ട് അല്ലെങ്കിൽ പ്രൈമറി കറണ്ടിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. നിങ്ങൾക്ക് ഈ ഫിഗറിൽ കളർ ആക്കിയിട്ടൊക്കെ കൊടുത്ത് അത് കുറച്ചുകൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ രണ്ട് കോയിൽ വൈൻഡിങ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സിംഗിൾ കോയിലിന്റെ രണ്ട് വൈൻഡിങ്സ് കാണിച്ചിട്ടുണ്ട്, രണ്ട് ടേണിങ്സ് കാണിച്ചിട്ടുണ്ട്. ഒരു പ്രൈമറി കറണ്ട്, റെഡ് കളറിലുള്ള പ്രൈമറി കറണ്ട് ഫ്ലോ കാണിച്ചിട്ടുണ്ട്. ഈ പ്രൈമറി കറണ്ട് കാരണം കോയിലിനകത്ത് ജനറേറ്റ് ചെയ്യുന്ന ബ്ലൂ കളർ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് കാണിച്ചിട്ടുണ്ട്. ഒരു വൈൻഡിങ്ങിന്റെ ലൈൻസ് ഓഫ് ഫോഴ്സ് മറ്റേ വൈൻഡിങ്ങിൽ അല്ലെങ്കിൽ മറ്റേ ടേണിങ്ങിലും പോയി കട്ട് ചെയ്യും. അപ്പൊ അവിടെ ഒരു കറണ്ട് പുതിയതായിട്ട് ഇൻഡ്യൂസ് ചെയ്യും. ആ കറണ്ട് ഇവിടെ ഗ്രീൻ കളറിൽ കാണിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇൻഡ്യൂസ്ഡ് കറണ്ട്. സോ ആ ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്ന് പറയുന്നത് ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു പ്രൈമറി കറണ്ട് എന്നാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ റെഡ് കളറിലുള്ളത് പ്രൈമറി കറണ്ടും ഗ്രീൻ കളറിലുള്ളത് ഇൻഡ്യൂസ്ഡ് കറണ്ട്, രണ്ടും ഓപ്പോസിറ്റ് ഈച്ച് അതർ ആണ്. സോ ഇങ്ങനെ ഒരു AC കറണ്ട്, ഒരു പ്രൈമറി കറണ്ട് ഒരു കോയിലിലേക്ക് കൊടുക്കുമ്പോൾ ആ കറണ്ടിനെ ഓപ്പോസ് ചെയ്യാനുള്ള ഈ ഒരു കോയിലിന്റെ കഴിവിനെയാണ്, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു പ്രോപ്പർട്ടിയാണ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. ആക്ച്വലി ഇറ്റ് ഈസ് എ റെസിസ്റ്റൻസ്. റിയാക്ടൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് തന്നെയാണ്. എന്തിനുള്ള റെസിസ്റ്റൻസാ? ഒരു കോയിലിലൂടെ AC കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അതിനെ ഓപ്പോസ് ചെയ്യാൻ, ആ കറണ്ടിനെ ഓപ്പോസ് ചെയ്യാനുള്ള മെറ്റീരിയലിന്റെ അല്ലെങ്കിൽ ആ കോയിലിന്റെ എബിലിറ്റി, ദാറ്റ് ഈസ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് എ കോയിൽ ടു ഓപ്പോസ്
AC flow of current through it. Okay. So in the equation, inductive reactance is equal to omega into L. Omega is the angular frequency. L is self-inductance. The reduction of current flow in a circuit due to induction is called inductive reactance. In the image below, the direction of primary current is shown in red color. Magnetic field generated by the primary current is shown in blue color. It can be seen that the magnetic field from one loop of the wire will cut across other loop in the coil, and this will induce current flow in the circuit. ഇവിടെ ഒരു ഗ്രീൻ കളറിൽ ഒരു ഓപ്പോസിറ്റ് കറണ്ട് കൂടി ഉണ്ടാവും. അപ്പോൾ ഒരു കോയിലൂടെ AC കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അതിന് ഓപ്പോസിറ്റ് ചെയ്യാനുള്ള ആ കോയിലിന്റെ സെൽഫ് പ്രോപ്പർട്ടിയാണ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് പറയുന്നത്. The next one is a mutual inductance. Mutual എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം രണ്ടാൾക്കാർ തമ്മിലുള്ളതാണ്. So mutual inductance എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ mutual inductance between two coils is the property of opposing growth or decay in one coil by producing an induced EMF in another coil. ഇവിടെ നിങ്ങൾക്ക് ഫിഗറിനകത്ത് രണ്ട് കോയിൽ കാണാം, L1ഉം L2. അപ്പൊ ഈ ഒന്നാമത്തെ കോയിലാണ് ഞാൻ AC കറണ്ട് ഒക്കെ വെച്ചിട്ട് ഇവിടുന്ന് AC സോഴ്സ് വെച്ചിട്ട് ഞാൻ ഈ കോയിലിലേക്ക് ഒരു പ്രൈമറി കറണ്ട് പാസ് ചെയ്യുന്നത്. പ്രൈമറി കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഈ കോയിൽ വൈൻഡിങ്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് എന്തുണ്ടാവും? ലൈൻസ് ഓഫ് ഫോഴ്സ് ഇങ്ങനെ ഉണ്ടാവും അല്ലെ, ഇതേപോലെ ലൈൻസ് ഓഫ് ഫോഴ്സ് ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇതിങ്ങനെ നല്ല സ്ട്രെങ്ത്തിൽ ചിലപ്പോൾ ഈ കോയിൽ വൈൻഡിങ്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ ലൈൻസ് ഓഫ് ഫോഴ്സ് ഉണ്ടാവും. ഒരു മൊമെന്റില് ഈ L1ന്റെ ലൈൻസ് ഓഫ് ഫോഴ്സ് ആര് കട്ട് ചെയ്യും? L2ലും കട്ട് ചെയ്യും, അല്ലെങ്കിൽ L2ലൂടെയും പാസ് ചെയ്യും അല്ലെ, L2ലൂടെയും പാസ് ചെയ്യും. അപ്പൊ അങ്ങനെ ഈ L1 എന്ന് പറയുന്ന കോയിലിന്റെ ലൈൻസ് ഓഫ് ഫോഴ്സ് L2ൽ കൂടെ പാസ് ചെയ്യുമ്പോൾ ഈ L2ൽ എന്തുണ്ടാവും? ഒരു കറണ്ട് ജനറേറ്റ് ചെയ്യും അല്ലെ, ഒരു കറണ്ട് ജനറേറ്റ് ചെയ്യും അല്ലെ. ദാറ്റ് ഈസ് ഇൻഡക്ഷൻ, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഒരു കണ്ടക്ടർ എലമെന്റിലൂടെ നമ്മൾ വാരിയിങ് ലൈൻസ് ഓഫ് ഫോഴ്സ് ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിലൊരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും. സോ ഇവിടെ ഇപ്പോ L1 എന്നുള്ളതിൽ മാത്രമാണ് ഞാൻ പ്രൈമറി കറണ്ട് AC കൊടുത്തത്. അപ്പൊ അവിടെ ഉണ്ടായേക്കുന്ന ലൈൻസ് ഓഫ് ഫോഴ്സ് L2 എന്ന് പറയുന്ന നമ്മള് ഒരു അൺഓപ്പറേറ്റഡ് കണ്ടീഷനിൽ വെച്ചേക്കുന്ന കോയിലൂടെ പാസ് ചെയ്യുമ്പോൾ ഇതിനകത്തൂടെ വാരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ L2ന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവും അല്ലെ, ഒരു മ്യൂച്വൽ ഇൻഡക്ഷൻ നടക്കും. ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻഡ്യൂസ് ചെയ്യുക, കറണ്ട് ഇൻഡ്യൂസ് ചെയ്യാം. സോ ഒന്നാമത്തെ ആള് പ്രവർത്തനം കാരണം രണ്ടാമത്തെ ആളിൽ ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്തു അല്ലെ, ദാറ്റ് ഈസ് മ്യൂച്വൽ ഇൻഡക്ഷൻ. Okay, so mutual inductance between two coils is the property of opposing growth or decay in one coil by producing an induced EMF in another coil. ഒരു കോയിൽ നമ്മൾ AC കൊടുക്കുമ്പോൾ മറ്റേ കോയിലിൽ ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യണം, ദാറ്റ് ഈസ് മ്യൂച്വൽ ഇൻഡക്ഷൻ. അപ്പൊ മ്യൂച്വൽ ഇൻഡക്ഷനും നമുക്ക് കുറച്ച് ഇക്വേഷൻ ഒക്കെ നമ്മൾ +2 പഠിച്ചിട്ടുണ്ട്. Here phi flux density is directly proportional to current passing through the coil 1. So which is equal to M into I. M is called as mutual inductance between two coils. Okay. Then what is impedance? Impedance means effective resistance. Impedance. So electrical impedance is the total opposition, that is total resistance. Total opposition due to resistance, due to inductive reactance and capacitive reactance. What is impedance? Equation Z is equal to XL square plus R square. അതായത് ഇൻഡക്ടറും റെസിസ്റ്ററും മാത്രമാണെങ്കിൽ XL square plus R square. ഇനി ഇൻഡക്ടർ, കപ്പാസിറ്റർ അതുപോലെ തന്നെ റെസിസ്റ്റർ ഉണ്ടെങ്കിൽ Z is equal to root of XL minus XC whole square plus R square എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. സോ ഇംപിഡൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സെൽഫ് എഫക്റ്റീവ് റെസിസ്റ്റൻസിനെയാണ് ഇംപിഡൻസ് എന്ന് പറയുക. ഒരു സർക്യൂട്ടിന്റെ മൊത്തം റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റർ കൊണ്ടുള്ള റെസിസ്റ്റൻസ് ഉണ്ടാവും, അതുപോലെ കപ്പാസിറ്റർ, ദാറ്റ് ഈസ് കപ്പാസിറ്റീവ് റിയാക്ടൻസ്. അതേപോലെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ കോയിലിനൊക്കെ ഉണ്ടാകുന്ന റെസിസ്റ്റൻസിനാണ് നമ്മൾ റിയാക്ടൻസ് എന്ന് പറയുന്നത് അല്ലെ, ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്നൊക്കെ പറഞ്ഞ വ്യത്യസ്ത സാധനങ്ങൾ. സോ ഒരു സർക്യൂട്ടിന്റെ ടോട്ടൽ ഓപ്പോസിഷൻ അല്ലെങ്കിൽ എഫക്റ്റീവ് ഓപ്പോസിഷൻ അല്ലെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസിനെയാണ് ഇംപിഡൻസ് ഓഫ് ദാറ്റ് സർക്യൂട്ട് എന്ന് പറയുന്നത്. സോ വിച്ച് is equal to Z is equal to XL square plus R square if it is a resistor inductor circuit. അപ്പൊ ഈ ഒരു ഡയഗ്രാം, ഫേസ് ഡയഗ്രാം ഇതൊക്കെ നമ്മൾ +2 ഫിസിക്സ് പഠിച്ചാണ്. ഇത് R എന്ന് പറയുന്നത്, അതായത് റെസിസ്റ്റൻസ് നമ്മൾ ഒരു ആക്സിസിലും ഇൻഡക്റ്റീവ് റിയാക്ടൻസ് Y ആക്സിസിലും എടുക്കുകയാണെങ്കിൽ ഇതിന്റെ പിന്നെ സം അല്ലെങ്കിൽ ഇതിന്റെ എഫക്റ്റീവ് ഇംപിഡൻസ് എന്ന് പറയുന്നത് Z ആയിരിക്കും. ഇത് ഈ ഒരു ഡയഗ്രാം ഒക്കെ നമ്മൾ +2 ഫിസിക്സ് ആണ്. ഇതൊന്നും കാര്യമായിട്ട് ആവശ്യമില്ല. നമുക്ക് വേണ്ടുന്നത് എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, എന്താണ് സെൽഫ് ഇൻഡക്ഷൻ,
ഇതൊക്കെയാണ് വേണ്ടത്. ഇംപിഡൻസ് എന്ന് പറയുന്നത് ഒരു സർക്യൂട്ടിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ടോട്ടൽ ഓപ്പോസിഷനാണ് നമ്മൾ ഇംപിഡൻസ് എന്ന് പറയുന്നത്. ദെൻ ജനറേഷൻ ഓഫ് എഡ്ഡി കറണ്ട്, ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് എഡ്ഡി കറണ്ട് ഫോം ചെയ്യുന്നത്? എഡ്ഡി കറണ്ട് എങ്ങനെയാ ഫോം ചെയ്യുന്നത്? എഡ്ഡി കറണ്ട് ഫോം ചെയ്യുന്നതിന്റെ ജനറൽ പ്രിൻസിപ്പിൾ എന്താ? ഹലോ, ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ഒരു കണ്ടക്ടർ എലമെന്റിലൂടെ പോകുമ്പോൾ അവിടെ ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും. ആ ഒരു പരിപാടി എന്നാ പറയാം? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. സോ എഡ്ഡി കറണ്ട് ജനറേഷന്റെ ബേസ് എന്ന് പറയുന്നത് ഇൻഡക്ഷൻ തന്നെയാണ് അല്ലെ, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. സോ ഇവിടെ നമുക്ക് വീണ്ടും അതൊന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എങ്ങനെയാ ജനറേറ്റ് ചെയ്യുന്ന എഡ്ഡി കറണ്ട് ജനറേഷൻ എങ്ങനെയാ സാധ്യമാകുന്നത്. ഇവിടെ ഒരു കോയിൽ, ഒരു സോളിനോയിഡ് കോയിൽ ഉണ്ട്, ഒരു AC സോഴ്സ് ഉണ്ട്. ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഈ കോയിലിലൂടെ ലൈൻസ് ഓഫ് ഫോഴ്സ് ഇങ്ങനെ ഈ കോയിലിലൂടെ ഇങ്ങനെ പാസ് ചെയ്യും അല്ലെ. ലൈൻസ് ഓഫ് ഫോഴ്സ് നല്ല സ്ട്രെങ്ത്തിൽ ലൈൻസ് ഓഫ് ഫോഴ്സ് ഇങ്ങനെ കോയിൽ വൈൻഡിങ്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഈ ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ പാസേജിൽ നമ്മൾ ഒരു കണ്ടക്ടർ എലമെന്റിനെ കൊണ്ടുവെക്കുകയാണെങ്കിൽ അവിടെ എന്തുണ്ടാവുക? കണ്ടക്ടർ എലമെന്റിനെ കൊണ്ടുവെക്കുമ്പോൾ ആ കണ്ടക്ടർ എലമെന്റിനകത്ത് ഈ ലൈൻസ് ഓഫ് ഫോഴ്സ് കയറി ഇറങ്ങും, കട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ആ മൊമെന്റിൽ ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും. ആ കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് കോൺസെൻട്രിക് സർക്കുലർ ഡയറക്ഷൻ ആയിരിക്കും. മാത്രമല്ല ഈ കോയിൽ വൈൻഡിങ്സിന് പാരലൽ ആയിരിക്കും ഇതിനകത്ത് ഫോം ചെയ്യുന്ന കറണ്ടിന്റെ ലൂപ്പുകൾ അല്ലെ. സോ ആ ഒരു കറണ്ടിനെയാണ് നമ്മൾ, ആ ഇൻഡ്യൂസ് ചെയ്യുന്ന കറണ്ടിനെയാണ് എഡ്ഡി കറണ്ട് എന്ന് പറയുന്നത്. അപ്പൊ അതൊന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയാണ്. നമ്മൾ ആദ്യം സിംപ്ലി ഒരു കോയിൽ എടുക്കുന്നു, അൺഓപ്പറേറ്റഡ് കണ്ടീഷൻ. ദെൻ ഇതിൽ നമ്മൾ AC കണക്ട് ചെയ്യുന്നു. AC കണക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇതിനകത്ത് ലൈൻസ് ഓഫ് ഫോഴ്സ് ജനറേറ്റ് ചെയ്യും. ആ ലൈൻസ് ഓഫ് ഫോഴ്സ് ആണ് ബ്ലൂ കളറിൽ കാണിച്ചിട്ടുള്ളത്, കോയിൽ വൈൻഡിങ്സിന് പെർപെൻഡിക്കുലർ ആണ്. ദെൻ ആ ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ ഡയറക്ഷനിൽ നമ്മളൊരു കണ്ടക്ടർ എലമെന്റിനെ കൊണ്ടുപോകുമ്പോൾ ലൈൻസ് ഓഫ് ഫോഴ്സ് കണ്ടക്ടർ എലമെന്റിലൂടെ കയറി ഇറങ്ങും. അങ്ങനെ വരുമ്പോൾ ആ വാരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് കാരണം ആ കണ്ടക്ടറിനകത്ത് ഒരു കോൺസെൻട്രിക് സർക്കിൾ ഷേപ്പിൽ അല്ലെങ്കിൽ ആ ഒരു ഓറിയന്റേഷനിൽ കറണ്ട് ജനറേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് എഡ്ഡി കറണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എഡ്ഡി കറണ്ട് കാരണം ഒരു കണ്ടക്ടറിലൂടെ നമ്മൾ കറണ്ട് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കറിയാം ആ കണ്ടക്ടറിലൂടെ നമ്മൾ ഇൻപുട്ട് ആയിട്ട് ഒരു കറണ്ട് കൊടുക്കുകയാണെങ്കിൽ അതിന് അറൗണ്ട് ആയിട്ട് ലൈൻസ് ഓഫ് ഫോഴ്സ് ഉണ്ടാവും എന്ന് നമുക്കറിയാം. നേരെ തിരിച്ചും ഒരു കണ്ടക്ടറിലൂടെ വാരിയിങ് ലൈൻസ് ഓഫ് ഫോഴ്സ് കൊടുക്കുമ്പോൾ കറണ്ടും ഇൻഡ്യൂസ് ചെയ്യും. അതേപോലെ ഇവിടെ ഒരു വാരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തപ്പോൾ നമ്മുടെ കണ്ടക്ടർ പ്ലേറ്റിനകത്ത് കറണ്ട് ഇൻഡ്യൂസ് ചെയ്തു. ഈ കറണ്ട് കാരണം ഈ കണ്ടക്ടറിൽ ഒരു ലൈൻസ് ഓഫ് ഫോഴ്സ് ജനറേറ്റ് ചെയ്യും. അതാണ് അടുത്തായിട്ട് ഇവിടെ കാണിച്ചിട്ടുള്ള ലൈൻസ് ഓഫ് ഫോഴ്സ്. ഈ എഡ്ഡി കറണ്ടിന് പെർപെൻഡിക്കുലർ ആയിട്ട് ലൈൻസ് ഓഫ് ഫോഴ്സ് ഇങ്ങനെ ഫോം ചെയ്യുന്നത്. ദാറ്റ് ഈസ് സെക്കൻഡറി മാഗ്നറ്റിക് ഫീൽഡ് എന്നാണ് അതിനെ പറയാം. അപ്പൊ നമ്മൾ എഡ്ഡി കറണ്ട് ടെസ്റ്റിംഗ് ചെയ്യുന്നത് ഒരു മെത്തേഡ് ഇന്നലെ നമ്മൾ വീഡിയോയിൽ കണ്ടു. എങ്ങനെയാ ചെയ്തത്? ഈ കോയിലുമായിട്ട് നമ്മൾ ഒരു കറണ്ട് മെഷറിംഗ് ഡിവൈസ് അല്ലെ, ഒരു അമ്മീറ്റർ പോലുള്ള ഡിവൈസ് കണക്ട് ചെയ്തിട്ട് അല്ലെ, അമ്മീറ്റർ പോലുള്ള ഒരു ഡിവൈസ് കണക്ട് ചെയ്തിട്ട് ഓരോ മൊമെന്റിലും വരുന്ന പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോ ഇതൊരു കൺവെൻഷണൽ മെത്തേഡ് ആണ്. അമ്മീറ്റർ അല്ലെങ്കിൽ കറണ്ട് മീറ്റേഴ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഒരു കൺവെൻഷണൽ മെത്തേഡ് ആണ്. ഇപ്പോ നമ്മൾ ചെയ്യുന്നത് ഇപ്പൊ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് അല്ലെങ്കിൽ ലേറ്റസ്റ്റ് അപ്ഡേഷൻസ് ഒക്കെ ചെയ്യുന്നത് ഡിജിറ്റൽ ഡിസ്പ്ലേകളൊക്കെ നോക്കിയിട്ടാണ്. എന്താ നോക്കുക വെച്ചാൽ നമുക്കറിയാം കോയില് നമ്മൾ ഈ പിന്നെ കറണ്ട് ഒക്കെ പാസ് ചെയ്യുന്നതിന് മുമ്പ് ഈ കോയിലിന് ഒരു ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഉണ്ടാവും അല്ലെ. കോയിലിന്റെ പ്രോപ്പർട്ടി അല്ലേ റിയാക്ടൻസ്? അല്ലടാ, ഇതിനൊരു റിയാക്ടൻസ് ഉണ്ടാവും. ഇനി ഇയാളെ ഞാൻ AC കറണ്ടുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇയാളെ റിയാക്ടൻസിന് ചെറിയൊരു ചേഞ്ച് വന്നു. കാരണം റിയാക്ടൻസ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിഷൻ ആണ്, അല്ലെങ്കിൽ ആ ഒരു റെസിസ്റ്റൻസിന്റെയാണ് റിയാക്ടൻസ് അല്ലെ. ഒരു AC കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ആ ഫ്ലോയെ ഓപ്പോസ് ചെയ്യുന്ന ഈ കോയിലിന്റെ പ്രോപ്പർട്ടിയാണ് റിയാക്ടൻസ്. അപ്പൊ AC കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഇതിന്റെ റിയാക്ടൻസ് വാല്യൂ മാറും. അല്ലെങ്കിൽ റിയാക്ടൻസ് നമ്മൾ ഈ ഒരു കോയിൽ നിന്നും റിയാക്ടൻസ് മെഷർ ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഡിസ്പ്ലേ യൂണിറ്റിലേക്ക് നമ്മൾ ഔട്ട്പുട്ട് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ചോ. അപ്പൊ ഞാൻ ജസ്റ്റ് AC കറണ്ട് പാസ് ചെയ്തപ്പോൾ ഇതിനകത്ത് ഒരു ഗ്രാഫ് പോലെയോ അല്ലെങ്കിൽ ഒരു പൾസ് പോലെയൊക്കെ ഒരു ഔട്ട്പുട്ട് കിട്ടും. ഇനി ഞാൻ ഇതിനടുത്ത് ഒരു മെറ്റീരിയൽ കൊണ്ടുവെക്കുമ്പോൾ നമുക്കറിയാം ഈ ലൈൻസ് ഓഫ് ഫോഴ്സ് കാരണം ഇവിടെ ഒരു എഡ്ഡി കറണ്ട് ഉണ്ടാവും. ഈ എഡ്ഡി കറണ്ട് കാരണം ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒരു ലൈൻസ് ഓഫ് ഫോഴ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ നേരത്തെ പറഞ്ഞ റിയാക്ടൻസ്, നേരത്തെ ഉണ്ടായിരുന്ന ഡിസ്പ്ലേ യൂണിറ്റിൽ റിയാക്ടൻസിന്റെ കറസ്പോണ്ടിങ് ഡിസ്പ്ലേ നമുക്ക് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. പെട്ടെന്ന് നമ്മൾ ഈ ടെസ്റ്റ് പീസ് എടുത്ത് കൊണ്ടുവച്ചപ്പോൾ റിയാക്ടൻസിന്റെ ലൈന് ഒന്ന് ബെൻഡ് ആയിട്ടുണ്ടാവും. കാരണം ഇവിടെ റിയാക്ടൻസ് ചേഞ്ച് ആയി, കാരണം ഒരു പുതിയ മീഡിയം കൂടി വന്നു.
അപ്പൊ ഇവിടെ ഒരു എഡി കറണ്ട് ജനറേറ്റ് ചെയ്തു. ഈ എഡി കറണ്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക്, അതായത് ഈ ബ്ലൂ കളർ മാഗ്നറ്റിക് ഫീൽഡിന്റെ ലൈൻസ് ഈ ഒരു ഡയറക്ഷനിലാണെങ്കിൽ ഈ എഡി കറണ്ട് കാരണം ഉണ്ടാവുന്ന ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് റിയാക്ടൻസിൽ ഒരു ചേഞ്ച് ചിലപ്പോൾ വന്നിട്ടുണ്ടാവും. ഇനി ഇൻ ബിറ്റ്വീനിൽ ഈ എഡി കറണ്ട് ഫോം ചെയ്ത് ഇവിടെ എവിടെയെങ്കിലും ഒരു ക്രാക്ക് ഉണ്ടെങ്കിൽ നമുക്കറിയാം ഇവിടം വരെ വരും. പിന്നെ എഡി കറണ്ട് ഇതാ ഈ ക്രാക്ക് ഒഴിവാക്കിയിട്ട് ഇങ്ങനെയാ പോവാം. ഇവിടുന്ന് വരുന്നേക്ക് ഇതിലേ പോയി ഇങ്ങനെ പുറത്തേക്ക് പോകും. അപ്പോൾ റിയാക്ടൻസിൽ പിന്നെയും മാറ്റം വരും. അപ്പൊ നമുക്ക് ഡിസ്പ്ലേ നോക്കുമ്പോൾ ചിലപ്പോൾ പിന്നെയും ബെൻഡായിട്ട് മേലോട്ടേക്കോ അല്ലെങ്കിൽ ബെൻഡായിട്ട് താഴോട്ടേക്കൊക്കെ പോയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് എഡി കറന്റ് ടെസ്റ്റിംഗ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഔട്ട്പുട്ട് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട പ്രോപ്പർട്ടിയാണ് റിയാക്ടൻസ് ഓഫ് കോയിൽ. കോയിലിന്റെ റിയാക്ടൻസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഔട്ട്പുട്ട് മെഷർ ചെയ്യാം. അതേപോലെ നമ്മൾ ഇന്നലെ പറഞ്ഞ വീഡിയോയിലൊക്കെ ഉള്ളതുപോലെ കോയിലിൽ വരുന്ന കറണ്ടിന്റെ അമ്മീറ്റർ റീഡിംഗ് പോലെ അല്ലെങ്കിൽ കറണ്ട് മീറ്റർ റീഡിംഗ് ഒക്കെ നോക്കിയിട്ട് കറണ്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് എടുക്കാം. പക്ഷെ ഇപ്പൊ മോസ്റ്റ് ഓഫ് ദ കേസ് നമ്മൾ എടുക്കുന്നത് കോയിലിന്റെ റിയാക്ടൻസിൽ വരുന്ന ചേഞ്ച് അടിസ്ഥാനപ്പെടുത്തിയാണ്. ഓക്കെ, സോ ഇത് ആ എഡി കറന്റ് ഫോർമേഷൻ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചാണ്. ഇവിടെ ഒരു കോയിൽ ഉണ്ട്. കോയിൽ റെഡ് കളറിൽ നിങ്ങൾക്ക് കാണാം. ഇതിനകത്ത് ഒരു പ്രൈമറി കറണ്ട്, ദാറ്റ് ഈസ് ആൾട്ടർനേറ്റിംഗ് എ സി കറണ്ട് നമ്മൾ കൊടുക്കുമ്പോൾ, ഐ പറയുന്ന കറണ്ട് കൊടുക്കുമ്പോൾ ഈ കോയിലിന് പെർപെൻഡിക്കുലർ ആയിട്ട്, വൈൻഡിങ്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് ലൈൻസ് ഓഫ് ഫോഴ്സ് ജനറേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് പ്രൈമറി മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ ഈ ലൈൻസ് ഓഫ് ഫോഴ്സ് നമ്മുടെ കണ്ടക്ടർ എലിമെന്റിലൂടെ കയറി ഇറങ്ങുമ്പോൾ അവിടെ ഒരു ബ്ലൂ കളറിൽ കോൺസെൻട്രിക് സർക്കിൾസ് നിങ്ങൾക്ക് കാണാം. ദാറ്റ് ഈസ് എഡി കറന്റ് which is known as secondary current. ഈ എഡി കറന്റ് കാരണം കണ്ടക്ടർ മെറ്റീരിയലിലൂടെ നമ്മളൊരു കറണ്ട് പാസ് ചെയ്യുമ്പോൾ ആ കറണ്ടിന് പ്രൊപ്പോർഷണൽ ആയിട്ട് ലൈൻസ് ഓഫ് ഫോഴ്സ് ജനറേറ്റ് ചെയ്യുമെന്ന് നമുക്കറിയാം. സോ ഈ എഡി കറന്റ് കാരണം ഒരു ലൈൻസ് ഓഫ് ഫോഴ്സ് ഇതാ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ഈ ഗ്രീൻ കളർ ലൈനിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക്, ഗ്രീൻ കളർ ലൈന് മേലെ നിന്ന് താഴോട്ടേക്ക് ആ ഫ്ലക്സ് വരുന്നത്. പക്ഷെ ഇവിടുത്തെ ഫ്ലക്സ് എന്ന് പറയുന്നത് താഴെ നിന്ന് മേലോട്ടേക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക്. ഇതിനെ ഈ ഒരു ഗ്രീൻ കളർ ലൈൻസ് ഓഫ് ഫോഴ്സിനെ ഓപ്പോസ് ചെയ്യുന്ന രീതിയിൽ ഒരു ലൈൻസ് ഓഫ് ഫോഴ്സ് എഡി കറണ്ട് ഉണ്ടാക്കും. ദാറ്റ് ഈസ് സെക്കൻഡറി മാഗ്നറ്റിക് ഫീൽഡ്. ക്ലിയർ ആണല്ലോ? ജനറേഷൻ ഓഫ് എഡി കറണ്ട് ക്ലിയർ ആണോ? ഹലോ, ഓക്കെ സർ. അപ്പൊ ഇത് എഡി കറന്റ് ടെസ്റ്റിംഗ് മെത്തേഡ് ഒന്നുകൂടി കാണിച്ചാണ്. ഇവിടെ ക്രാക്ക് ഒന്നും ഇല്ലാത്തൊരു കണ്ടീഷൻ. ഇവിടെ കോയിൽ ഉണ്ട്, കോയിൽ എ സി സോഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ കോയിൽ നമ്മൾ ഈ ടെസ്റ്റ് പീസിനെ നിയർ ബൈ ഏരിയയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഈ കോയിലിന്റെ ലൈൻസ് ഓഫ് ഫോഴ്സ് നമ്മുടെ ടെസ്റ്റ് പീസിലൂടെ കയറി ഇറങ്ങും. ഇവിടെ എഡി കറണ്ട് ഫോം ചെയ്യും. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇനി ഈ എഡി കറണ്ടിന്റെ പാസേജിൽ എവിടെയെങ്കിലും ക്രാക്ക് ഉണ്ടെങ്കിൽ, അതാണ് സെക്കൻഡ് ഫിഗർ. ക്രാക്ക് വന്നു, അപ്പൊ ഈ കോയിലിന്റെ നേരെ താഴെയിൽ എഡി കറണ്ട് ഫോം ചെയ്തു. പക്ഷെ ക്രാക്ക് വരുന്നെടുക്കുന്നത് ക്രാക്കിനെ ഒഴിവാക്കിക്കൊണ്ടാണ് എഡി കറണ്ട് പോകുന്നത്. അപ്പൊ അവിടെ ഒരു കറണ്ടിൽ ഒരു ഡിസ്റ്റോഷൻ പോലെ ഒരു എഫക്റ്റ് ഉണ്ടാവും. സോ ആ ഒരു എഫക്റ്റ് നമുക്ക് ഈ കോയിലിന്റെ റിയാക്ടൻസ് ഔട്ട്പുട്ട് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് കോയിലുകളെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. കോയിൽസ് ക്യാൻ ബി പ്ലേസ്ഡ് ഓൺ ടു ദ മെറ്റീരിയൽ ഓർ എൻസർക്കിൾ ഓർ ഇൻസൈഡ് ട്യൂബ് ഓർ സൈഡ് വേ ടു ദി ഒബ്ജക്ട്. അപ്പൊ നമുക്ക് ഈ കോയിൽ എങ്ങനെയൊക്കെ ഉപയോഗിക്കുക എന്നുള്ളത്, ഒന്ന് ഇതുപോലെ സർഫസ്, നമുക്ക് ഇതുപോലെയുള്ള സർഫസുകൾ, ഒന്നാമത്തെ എ ഫിഗർ എ, കോയിൽ എൻഡ് ഓൺ ടു ഒബ്ജക്ട്. ഇതേപോലുള്ള പ്ലേറ്റുകളൊക്കെയാണ് നമുക്ക് മെഷർ ചെയ്യണമെങ്കിൽ, ഇതിന്റെ സർഫസിലുള്ള കാര്യങ്ങളാണ് മെഷർ ചെയ്യണമെങ്കിൽ ഇതേപോലെ കോയിൽസ് നമ്മൾ ഒരു റെഡ് കേസിങ്ങിനകത്ത് എടുത്തിട്ട് ജസ്റ്റ് നമ്മൾ അൾട്രാസോണിക് ടെസ്റ്റിങ്ങിലൊക്കെ പ്രോബ് വെച്ച പോലെ ഇങ്ങനെ മൂവ് ചെയ്ത് പോയാൽ മതി. ഇത് കോണ്ടാക്റ്റിൽ വരണമെന്ന് നിർബന്ധം ഉണ്ടോ? ഈ എഡി കറന്റ് ടെസ്റ്റിംഗ് കോണ്ടാക്ട് ചെയ്താലേ, അല്ലെങ്കിൽ മെറ്റീരിയൽ ടെസ്റ്റ് പീസുമായിട്ട് നിർബന്ധമായും കോണ്ടാക്ട് ആവശ്യമുള്ള ഒരു ടെസ്റ്റിംഗ് ആണോ? അല്ല, ഇത് കോണ്ടാക്ട് ഒന്നും വേണ്ടയില്ല. നിയർ ബൈ ഏരിയയിലേക്ക് കൊണ്ടുവെക്കുമ്പോൾ തന്നെ ലൈൻസ് ഓഫ് ഫോഴ്സ് നമ്മുടെ ടെസ്റ്റ് പീസിലൂടെ കട്ട് ചെയ്തിട്ട് ഇവിടെ എഡി കറന്റ് ഫോം ചെയ്യും. സോ ഇതുപോലെ സർഫസ് പ്രോബുകൾ ഉണ്ട്. സർഫസ് പ്രോബ് എന്നാ പറയാ. ഈ കോയിലിനെ നമ്മൾ ഇനി പ്രോബ് എന്നാ വിളിക്കുക. ഈ കോയിൽ നമുക്ക് ഇങ്ങനെ തന്നെ കോയിലായിട്ടല്ല തരിക, ഇതെല്ലാം കൂടിയിട്ട് ഒരു പെട്ടിക്കകത്താക്കിയിട്ട്, ഈ പെട്ടിയാണ് നമ്മുടെ പ്രോബ് എന്ന് പറയുന്ന സാധനം. അപ്പൊ ആ പെട്ടി തുറന്നു നോക്കിയാലേ ഈ കോയിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതുപോലുള്ള സർഫസുകൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സർഫസിലുള്ള ഡിഫക്ട്സ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സർഫസ് പ്രോബുകൾ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചില പൈപ്പ് ലൈൻസ് ആയിരിക്കും ടെസ്റ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ സ്ട്രക്ചേഴ്സ്. അപ്പൊ ഹെവി ഡയമീറ്റർ ഉള്ള സിലിണ്ടറിക്കൽ സ്ട്രക്ചേഴ്സിന്റെ ഇൻസൈഡ് പാർട്ട്, അതായത് പൈപ്പ് ലൈൻസിന്റെ വലിയ ഡയമീറ്റർ ഉള്ള പൈപ്പിന്റെ ഒക്കെ ഉൾഭാഗത്ത് എന്തെങ്കിലും ക്രാക്കോ കാര്യങ്ങളോ ഉണ്ടോ നോക്കണമെങ്കിൽ ഇതിന്റെ ഉള്ളിനെ കവർ ചെയ്യുന്ന രീതിയിൽ സർക്കുലാർ ഷേപ്പിലുള്ള, അല്ലെ, ഇന്നർ സർക്കിളിനെ കവർ ചെയ്യുന്ന രീതിയിലുള്ള സർക്കുലാർ ഷേപ്പിലുള്ള പ്രോബിനെ നമ്മൾ ആ പൈപ്പിന്റെ ഉള്ളിലോട്ട് കടത്തി വിടേണ്ടി വരും. ദാറ്റ് ഈസ് കോയിൽ ഇൻസൈഡ് ദി ഒബ്ജക്ട്. അതിനെ നമ്മൾ ബോബിൻ പ്രോബ് എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ഇന്റേണൽ ഡയമീറ്റർ പ്രോബ് എന്ന് പറയും.
ദെൻ ചിലപ്പോൾ ഡയമീറ്റർ കുറഞ്ഞ പൈപ്പിന്റെ ഔട്ടർ സർഫസിൽ എന്തെങ്കിലും ക്രാക്ക് ഉണ്ടോ എന്നായിരിക്കും നോക്കേണ്ടി വരിക. അങ്ങനെയാണെങ്കിൽ അതിനെ ഔട്ടറിൽ കവർ ചെയ്യുന്ന രീതിയിൽ, അതിനെ ഓവർലാപ്പ് ചെയ്ത് അതിന്റെ മുകളിൽ കൂടെ നീക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രോബ് ആയിരിക്കണം വേണ്ടത്. ദാറ്റ് ഈസ് കോയിൽ എൻസർക്ലിംഗ് ഒബ്ജക്ട്സ്. ഇത് ഈ കോയില് ഈ പൈപ്പിന്റെ പുറത്താണ് അണിയാ അല്ലെ, നമ്മൾ കയ്യിൽ വളയിടുന്ന പോലെ അല്ലെ, ലേഡീസ് വളയിടുന്നത് കൈയുടെ പുറത്ത് ഔട്ടർ ഡയമീറ്ററിലാണ് റിങ് ഇടുന്നത് അല്ലെ, സോറി ബാംഗിൾസ് ഇടുന്നത്. അപ്പൊ അവിടെ ആ ഒരു കണ്ടീഷൻ ആലോചിച്ചാൽ മതി. നമ്മുടെ കൈ ഒരു ടെസ്റ്റ് പീസായിട്ടും നമ്മൾ ഇടുന്ന വള എന്ന് പറയുന്നത് പ്രോബായിട്ടും ആലോചിക്കാം. അപ്പൊ നമ്മുടെ കയ്യിൽ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ നോക്കാൻ വേണ്ടി നമ്മൾ പ്രോബ് എന്ത് ചെയ്യും, കയ്യിലൂടെ മൂവ് ചെയ്യും, വള അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും അല്ലെ. അതേ രീതിയിൽ പിന്നെ നമ്മുടെ ടെസ്റ്റ് പീസിന്റെ ഔട്ടർ ഡയമീറ്ററിൽ സർക്കുലേറ്റ് ചെയ്യുന്ന രീതിയിൽ, എൻസർക്കിൾ ചെയ്യുന്ന രീതിയിലുള്ള പ്രോബ് ഉണ്ട്. അതിനെ നമ്മൾ ഔട്ടർ സർക്കിൾ അല്ലെങ്കിൽ എൻസർക്ലിംഗ് പ്രോബ് എന്ന് പറയും, ഔട്ടർ സർക്കിൾ പ്രോബ് എന്ന് പറയും, അല്ലെങ്കിൽ എക്സ്റ്റേണൽ സർക്കിൾ പ്രോബ് എന്ന് പറയും. നേരെ മറിച്ച് പൈപ്പ് ലൈൻസിനൊക്കെ ഇൻസൈഡ് പാർട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്തേക്ക് കടത്തി വിടുന്നതിന് ഇൻസൈഡ് ബോബിൻ പ്രോബ് അല്ലെങ്കിൽ ഇന്റേണൽ ഡയമീറ്റർ പ്രോബ് എന്നൊക്കെ പറയും. ദെൻ കോയിൽ എഡ്ജ് ഓൺ ദി ടാൻജൻഷ്യൽ ടു ഒബ്ജക്റ്റ്. അതായത് ചില മെറ്റീരിയൽ, ഇതാണ് കോയില്, നമ്മളിപ്പോ കോയിൽ ഇവിടെ വെച്ചത് കോയിൽ വൈൻഡിങ്സ് നമ്മുടെ ടെസ്റ്റ് പീസിന് പാരലായിട്ട് വരുന്ന രീതിയിലാണ്. നേരെ മറിച്ച് ഇവിടെ നിങ്ങൾക്ക് കാണാം കോയിലിന്റെ ഒരു സൈഡ് വ്യൂ ആണ്. ഇവിടുന്ന് ഇങ്ങനെ കോയിൽ വൈൻഡിങ്സ് അങ്ങോളം പോകുന്നുണ്ട്. കോയിലിനെ ഇവിടെ വെച്ച കോയിലിനെ ഒന്ന് ഒരു 90 ഡിഗ്രി ഇങ്ങോട്ടേക്ക് ടേൺ ചെയ്ത് വെച്ച രീതിയിലുള്ള ടാൻജൻഷ്യൽ പ്രോബ് ഉണ്ട്. നമുക്ക് ആ പ്രോബിനെ പറ്റി അതിന്റെ ഫിഗർ ഒക്കെ നോക്കാം. അപ്പോൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞാണ്, കോയിൽസ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു പ്രിൻസിപ്പിളിൽ, വർക്കിംഗ് പ്രിൻസിപ്പിളിൽ കണ്ട പോലെ വെറും ഈ ഒരു സർഫസ് പ്രോബ് മാത്രമല്ല, എൻസർക്കിളിംഗ് പ്രോബ് ഉണ്ട്, അതേപോലെ ഇന്റേണൽ ഡയമീറ്റർ പ്രോബ്സ് ഉണ്ട്, അതേപോലെ ടാൻജൻഷ്യൽ പ്രോബ്സ് ഉണ്ട്, ഈ സർഫസ് പ്രോബ്സ് ഉണ്ട്. എഡ്ഡി കറണ്ടിന്റെ ജനറേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു. എഡ്ഡി കറണ്ട് എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. എഡ്ഡി കറണ്ട് ഉണ്ടാകുന്നത് എങ്ങനെയാന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. കറക്റ്റ് അല്ലേ? റൈറ്റ് അല്ലേ? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അല്ലേ? ഹലോ, ഓക്കെ. അപ്പോ എന്റെ ചോദ്യം ഇതാണ്, അതായത് ഞാനൊരു കോയിൽ, ഇവിടെ ഒരു കോയിൽ വെച്ചിട്ടുണ്ട്, AC കറണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം ഈ ടെസ്റ്റ് പീസിന്റെ അല്ലെങ്കിൽ ഈ കണ്ടക്ടർ എലമെന്റിന്റെ സർഫസിൽ എഡ്ഡി കറണ്ട് ഉണ്ടാവും. എത്ര ഡെപ്തിൽ ഉണ്ടാവും? അത് ഈ കോയിൽ, ഇപ്പൊ ഇവിടെ ഞാൻ കോയിൽ വെച്ചത് ആദ്യം ഈ എഡ്ഡി കറണ്ട് ഉണ്ടായിട്ട് ഞാൻ ചോദിക്കുന്നത്, ഈ എഡ്ഡി കറണ്ട് ത്രൂ ഔട്ട് ഈ ടെസ്റ്റ് പീസിന്റെ താഴോളം അതേ സ്ട്രെങ്ത്തിൽ എഡ്ഡി കറണ്ട് ഉണ്ടാവുമോ? ഇല്ല, ഇല്ല. പിന്നെ നിങ്ങൾ വെള്ളത്തിലെ ചുഴി കണ്ടിട്ടുണ്ടോ? ചുഴി, എഡ്ഡി കണ്ടിട്ടുണ്ടോ? എഡ്ഡീസ്. ആ ചുഴിയുടെ ഒരു പ്രത്യേകത എങ്ങനെയാ? ഡയമീറ്റർ ഏറ്റവും മേലയിൽ അല്ലെ, മേലയിൽ നല്ല ഡയമീറ്റർ ആയിരിക്കും, താഴോട്ട് വരുന്തോറും കുറഞ്ഞു 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 ഒരു പോയിന്റ് ആയി മാറും അല്ലെ, അല്ലേടാ? അപ്പം എഡ്ഡി കറണ്ട് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വെള്ളത്തിലുള്ള ചുഴി പോലെ ആയതുകൊണ്ടാണ് ഇതിന് എഡ്ഡി കറണ്ട് എന്ന് പേര് വന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫോം ചെയ്യുന്ന എഡ്ഡി കറണ്ട് മാക്സിമം സ്ട്രെങ്ത് സർഫസിലായിരിക്കും. സർഫസിൽ നിന്ന് താഴോട്ട് പോകുന്നവർ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഒരു ചുഴി പോലെ അല്ലെ. ഇതിന്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞ് കുറഞ്ഞ് 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 ഏറ്റവും താഴെ എത്തുമ്പോഴേക്കും എഡ്ഡി കറണ്ട് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിട്ടേ ഉണ്ടാവില്ല താഴേക്ക് എത്തുമ്പോൾ. അപ്പോ ഈ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അതുകൊണ്ടാണ് ഇതിനെ എഡ്ഡി കറണ്ട് എന്ന് പറയുന്നത്. അപ്പൊ എത്ര ഡെപ്തില് നമുക്ക് NDT ഇപ്പോ ഇവിടെയും കറണ്ട് ഉണ്ടോന്ന് വെച്ചാൽ ഏറ്റവും സർഫസിൽ കറണ്ട് ഉണ്ട്, നല്ല ഡയമീറ്ററിൽ അല്ലെങ്കിൽ നല്ല സ്ട്രെങ്തിലുണ്ട്. പക്ഷെ ഇനി കുറച്ച് താഴോട്ട് ഇവിടെ ഞാൻ ഇപ്പൊ മാർക്ക് ചെയ്യുന്ന ഈ ഏരിയയിൽ എഡ്ഡി കറണ്ട് ഉണ്ടല്ലേ? എഡ്ഡി കറണ്ട് ഇല്ലേ? അവിടെയും ഉണ്ടല്ലോ, പക്ഷെ മേലത്തേനേക്കാളും വളരെ കുറവാണെന്ന് മാത്രം. അങ്ങനെയാണെങ്കിൽ NDT ടെസ്റ്റിംഗ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് എത്ര ഡെപ്ത് വരെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ക്രാക്കുകളേക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് മനസ്സിലായോ? നമുക്കറിയാം എഡ്ഡി കറണ്ട് എന്ന് പറയുന്നത് താഴോട്ടേക്ക് വരുന്തോറും കുറഞ്ഞു വരും. നമ്മൾ ഏത് പോയിന്റ് നോക്കിയാലും അവിടെ ഒരു ചെറിയൊരു ഫ്രാക്ഷൻ എഡ്ഡി കറണ്ട് ഉണ്ടാവും. അപ്പൊ ആ ചെറിയ ഫ്രാക്ഷൻ എഡ്ഡി കറണ്ട് കൊണ്ട് ഈ ഒരു ഏരിയയിൽ വരുന്ന ക്രാക്ക് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഞാൻ നോക്കാൻ പോകുന്നത്. അപ്പൊ എത്ര ഡെപ്ത് വരെ എഫക്റ്റീവ് ആയിട്ട് NDT ടെസ്റ്റിംഗ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ എഡ്ഡി കറണ്ട് ടെസ്റ്റിംഗ് മെത്തേഡ് വെച്ചുകൊണ്ട് നമുക്ക് ക്രാക്ക് ഐഡന്റിഫിക്കേഷൻ നടത്താൻ പറ്റും എന്നുള്ളതിന്റെ ഉത്തരമാണ് ഇവിടെ പറയുന്നത്. The depth of the eddy currents are only 37% as strong as they are on the surface. അതായത് സർഫസിലുള്ള എഡ്ഡി കറണ്ടിന്റെ 37% വരുന്ന ഡെപ്ത് എത്രയാണോ അതുവരെ നമുക്ക് എഫക്റ്റീവ് ആയിട്ട് ടെസ്റ്റിംഗ് ചെയ്യാം. അതായത് ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെ,
നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു ന്യൂമറിക്കൽ വെച്ച് പറയാം. സർഫസിൽ ജനറേറ്റ് ചെയ്ത എഡ്ഡി കറണ്ട് എന്ന് പറയുന്നത് 100 ആംപിയർ ആണെന്ന് വെച്ചോ. ഇത്രയൊന്നും ഉണ്ടാവില്ലേ? 100 ആംപിയർ കറണ്ട് സർഫസിൽ ഉണ്ട് നോക്ക്, എഡ്ഡി കറണ്ടിന്റെ. അപ്പൊ നമുക്കറിയാം ഇത് താഴോട്ട് പോകുന്തോറും 100, 90 80 50 വരെയായി, പിന്നെ അവിടുന്ന് 30, 40, 20, 10, 0, ഒരു പോയിന്റ് എത്തുമ്പോ 0 ആവും അല്ലെ? അല്ലേടാ? അപ്പോ ഈ 100 കുറഞ്ഞിട്ട് 37 ആംപിയർ ആവുന്നത് എവിടെയാണോ അവിടം വരെ നമുക്ക് എന്ത് ചെയ്യാം? NDT ടെസ്റ്റിംഗ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാം. അപ്പൊ ഞാനിങ്ങനെ നോക്കുമ്പോൾ ഇവിടെ സർഫസിൽ 100 ആംപിയർ ആയിരുന്നു, കുറഞ്ഞ് 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 ഈ ഒരു പോയിന്റ് എത്തുമ്പോൾ ദാറ്റ് ഈസ് 37 ആംപിയർ ആയിട്ടുണ്ട്. 37 ആംപിയർ. അപ്പൊ ഇത്രയും ഡെപ്തില്ലേ, ഈ 100 to 37 എന്ന് പറയുന്ന ഈ ഡെപ്തിൽ വരുന്ന ഇവിടെയൊക്കെ ക്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എഡ്ഡി കറന്റ് ടെസ്റ്റിംഗ് ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കാം. സോ ഡെപ്ത് ഓഫ് പെനിട്രേഷൻ എന്നാണ് ഇതിനെ പറയാ, അല്ലെങ്കിൽ സ്കിൻ ഡെപ്ത് എന്ന് പറയും. സ്റ്റാൻഡേർഡ് ഡെപ്ത് ഓഫ് പെനിട്രേഷൻ ഓർ സ്കിൻ ഡെപ്ത്. സ്റ്റാൻഡേർഡ് ഡെപ്ത് ഓഫ് പെനിട്രേഷൻ ഓർ സ്കിൻ ഡെപ്ത്. എത്രയാണ് സ്റ്റാൻഡേർഡ് ഡെപ്ത് ഓഫ് പെനിട്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സർഫസ് കറണ്ടിൽ അല്ലെങ്കിൽ സർഫസിൽ ജനറേറ്റ് ചെയ്ത എഡ്ഡി കറണ്ടിന്റെ 37% വരുന്ന ഡെപ്തിനെയാണ് നമ്മൾ എന്ത് പറയാ? സ്റ്റാൻഡേർഡ് ഡെപ്ത് ഓഫ് പെനിട്രേഷൻ ഓർ സ്കിൻ ഡെപ്ത്. ഓർമ്മ വേണേ, സ്കിൻ ഡെപ്ത്. അപ്പൊ അത്രയും ഡയമെൻഷനിൽ അല്ലെങ്കിൽ അത്രയും ഡെപ്തിലുള്ള എലിമെന്റ്സുകളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ ഈ സ്കിൻ ഡെപ്ത് കൂട്ടാനുള്ള ഒരു മെത്തേഡാണ് ഈ 2 ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. ഇവിടെയും കൊടുക്കുന്ന AC കറണ്ട് ആണ്. ഒരു മിനിറ്റ്, നമുക്ക് ഈ സ്കിൻ ഡെപ്ത് അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ പറ്റുന്ന ഡെപ്ത് കുറച്ചൊന്ന് കൂട്ടണം. ഇവിടെ ഇപ്പൊ ഈ ഒന്നാമത്തെ ഫിഗറിൽ നമുക്ക് നോക്കിയാൽ ഇത്രയേ ഉള്ളൂ, സ്കിൻ ഡെപ്ത് എന്ന് പറയുന്നത് ഇവിടെ വരെ ഉള്ളൂ. പക്ഷെ എനിക്ക് കുറച്ചുകൂടി താഴേക്ക് ഇതിന് എത്തിക്കണം. അപ്പൊ സ്കിൻ ഡെപ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടി എന്താ വെച്ചാൽ ലോ ഫ്രീക്വൻസി AC ഉപയോഗിക്കാം. ലോ ഫ്രീക്വൻസി AC ഉപയോഗിച്ചാൽ നമുക്ക് ഇതാ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ ലോ ഫ്രീക്വൻസി ഉപയോഗിച്ചപ്പോൾ 37% എന്ന് പറയുന്നത് ഇവിടം വരെ എത്തി. അതായത് കുറച്ചുകൂടി ഡെപ്ത്, സ്കിൻ ഡെപ്ത് നമുക്ക് കൂടി കിട്ടി. സോ ലോ ഫ്രീക്വൻസി, അതേപോലെ ടെസ്റ്റ് പീസ് ലോ കണ്ടക്ടിവിറ്റി മെറ്റീരിയൽ നമ്മൾ കോയിലായിട്ട് ഉപയോഗിക്കുക. അതേപോലെ ലോ പെർമിയബിലിറ്റി. ഇത് രണ്ടും കമ്പാരിസൺ ഫിഗർ കാണിച്ചു എന്നേ ഉള്ളൂ. ഡെപ്ത് ഓഫ് പെനിട്രേഷൻ അല്ലെങ്കിൽ സ്കിൻ ഡെപ്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കമ്പാരിസൺ ഫിഗർ ആണിത്. നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൈ ഫ്രീക്വൻസി AC, ഹൈ കണ്ടക്ടിവിറ്റി മെറ്റീരിയൽ ആണെങ്കിൽ നമുക്ക് ഡെപ്ത് ഓഫ് പെനിട്രേഷൻ വളരെ കുറവായിരിക്കും. നേരെ മറിച്ച് ലോ ഫ്രീക്വൻസി, ലോ കണ്ടക്ടിവിറ്റി മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഡെപ്ത് ഓഫ് പെനിട്രേഷൻ കൂട്ടാൻ പറ്റും. സോ വാട്ട് ഈസ് സ്റ്റാൻഡേർഡ് ഡെപ്ത് ഓഫ് പെനിട്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്ഡി കറന്റ് ടെസ്റ്റിംഗ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ എഡ്ഡി കറന്റ് ടെസ്റ്റിങ്ങിനകത്ത് എഫക്റ്റീവ് ടെസ്റ്റിംഗ് നടത്താൻ പറ്റുന്ന ആ ഒരു ഡെപ്തിനെയാണ് സ്റ്റാൻഡേർഡ് ഡെപ്ത് ഓഫ് പെനിട്രേഷൻ എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് മെഷർ ചെയ്യാന്ന് വെച്ചാൽ സർഫസിൽ ജനറേറ്റ് ചെയ്ത എഡ്ഡി കറണ്ടിന്റെ 37% വരുന്ന ഡെപ്ത് എത്രയാണോ അത്രയും ഡെപ്തിനെയാണ് നമ്മൾ സ്കിൻ ഡെപ്ത് ഓർ സ്റ്റാൻഡേർഡ് ഡെപ്ത് ഓഫ് പെനിട്രേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? Okay. Then equipments and accessories of eddy current testing. Eddy current testing ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട എക്യുപ്മെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഈ ഒരു സർക്യൂട്ട് ഡയഗ്രാം വേണ്ട, നമുക്കത് കുറച്ചുകൂടി എളുപ്പത്തിൽ ഓരോന്നായിട്ട് പറയാം. എന്തായാലും നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം എന്തൊക്കെ ടെസ്റ്റിംഗ് എലമെന്റുകളാണ് വേണ്ടത്. എഡ്ഡി കറന്റ് ടെസ്റ്റിംഗ് നടക്കണമെങ്കിൽ നിർബന്ധമായും വേണ്ടുന്ന എലമെന്റ്സ് എന്തൊക്കെയാണ്? പ്രോബ്, അമ്മീറ്റർ, പ്രോബ്, കോയിൽ അല്ലേ? പ്രോബ് എന്ന് പറഞ്ഞാല് കോയിലാണ് നമ്മൾ പ്രോബ് എന്ന് വിളിക്കുന്നത്. പിന്നെ അമ്മീറ്റർ, സപ്ലൈ. അമ്മീറ്റർ ഞാൻ പറഞ്ഞ അതൊരു ട്രഡീഷണൽ കൺവെൻഷണൽ മെത്തേഡിൽ നമ്മൾ അമ്മീറ്റർ റീഡിങ്സ് ഒക്കെ ഉപയോഗിക്കാം. പക്ഷെ ഇപ്പോൾ അധികം യൂസ് ചെയ്യുന്നത് ഡിജിറ്റൽ ഡിസ്പ്ലേ യൂണിറ്റ്സ് ആണ്. ഈ റിയാക്ടീവ് സ്റ്റേറ്റ് ഒക്കെ മെഷർ ചെയ്യുന്ന ഡിസ്പ്ലേ ഡിവൈസ് ഉണ്ടാവും. ഓക്കെ, ഒരു ഡിസ്പ്ലേ ഡിവൈസ് വേണം, കോയിൽ അല്ലെങ്കിൽ പ്രോബ് വേണം. പിന്നെ കോയിലാണ് നമ്മൾ എന്ത് പാസ് ചെയ്യണം? വാരിയിങ് കറണ്ട് കൊടുക്കണ്ടേ? AC കറണ്ട് കൊടുക്കണ്ടേ? അപ്പൊ ഒരു AC കറണ്ട് സോഴ്സ് ഒക്കെ വേണം. അപ്പൊ നമുക്ക് ഈ ഓരോ എലമെന്റുകളെ പറ്റിയാണ് ഇനി പറയാനുള്ളത്. നമ്മൾ കഴിഞ്ഞ ടെസ്റ്റിംഗ് മെത്തേഡുകളിലൊക്കെ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട എലമെന്റുകളെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് കോയിൽസ് അല്ലെങ്കിൽ പ്രോബ് എന്ന് നമ്മൾ വിളിക്കുന്ന ആള്. കോയിൽസ് അല്ലെ? Coils are necessary in eddy current testing to produce sufficient magnetic field from limited current source. നമ്മുടെ കയ്യിലുള്ള AC കറണ്ട് സോഴ്സിൽ നിന്നും കറസ്പോണ്ടിങ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എലമെന്റ് ആണ് കോയിൽ. ഈ കോയിലിലെ ലൈൻസ് ഓഫ് ഫോഴ്സ് നമ്മുടെ ടെസ്റ്റ് പീസിലൂടെ കടന്നു പോകുമ്പോഴാണ് അവിടെ എഡ്ഡി കറണ്ട് ഒക്കെ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പൊ എഡ്ഡി കറണ്ട് ജനറേറ്റ് ചെയ്യണമെങ്കിൽ
അല്ലെങ്കിൽ നമ്മുടെ ടെസ്റ്റിംഗ് ഫേസിനകത്ത് എഡി കറന്റ് ടെസ്റ്റിംഗ് മെത്തേഡ് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ അവിടെ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട എലമെന്റ് ആണ് കോയിൽ എന്ന് പറയുന്നത്. സോ ഫീൽഡ് ഫ്രം അഡ്ജസന്റ് വയേഴ്സ് ഇൻ കോയിൽ പ്രൊവൈഡ് സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ്. ദിസ് സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ഫ്രം കോയിൽ ഈസ് സിമിലർ ടു എ പെർമനന്റ് മാഗ്നറ്റ്. നമ്മൾ ഒരു എ സി കറണ്ട് കൊടുത്തിട്ട് കോയിലിനെ ഇലക്ട്രോ മാഗ്നറ്റ് ആക്കി മാറ്റി കഴിഞ്ഞാൽ ഇൻ എഫക്ട് അതൊരു പെർമനന്റ് മാഗ്നറ്റിന്റെ അതേ ഫ്ലക്സ് ഡെൻസിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന എലമെന്റ് ആണ് കോയിൽ എന്ന് പറയുന്നത്. അപ്പൊ കോയിൽ തന്നെ പല ടൈപ്പ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പല ആപ്ലിക്കേഷനിലും ഞാൻ നേരത്തെ പറഞ്ഞു. ചില പൈപ്പിന്റെ ഇൻസൈഡ് ഭാഗങ്ങൾ, അല്ലെങ്കിൽ ചില പൈപ്പിന്റെ ഔട്ട്സൈഡ് ഭാഗങ്ങൾ, അതേപോലെ സർഫസ്, ഇതൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിഫറെന്റ് എലമെന്റ്സ് ആണ് യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ ഒരു ഓറിയന്റേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ഈ പറയുന്നത് ECT പ്രോബ്. ECT മീൻസ് എഡി കറന്റ് ടെസ്റ്റിംഗ്. ECT പ്രോബ്സ് ടൈപ്സ് അല്ലെങ്കിൽ ECT കോയിൽസിന്റെ പ്രോബും കോയിൽസ് ഒക്കെ ഒന്ന് തന്നെ. കോയിൽസിന്റെയാണ് ഇവിടുത്തെ പ്രോബ് എന്ന് പറയുന്നത്. Types of eddy current testing probes. So classification of probes based on their configuration include surface probe, bolt hole probe, inside diameter probe, outside diameter probe. ഓരോന്ന് നോക്കാം. സർഫസ് പ്രോബ് എന്തിനു വേണ്ടിയിട്ടായിരിക്കും സർഫസ് പ്രോബ്? സർഫസ് പ്രോബ് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഹലോ, സർഫസിൽ ഡിറ്റക്ട് ചെയ്യാൻ. അത് നമ്മുടെ കയ്യിലുള്ള ഒരു ഫ്ലാറ്റ് സർഫസ് മെറ്റീരിയൽ ആണ്. ഇതേപോലുള്ള ഒരു പ്ലേറ്റ് ഒക്കെ ആണെങ്കിൽ ഈ സർഫസിൽ ഇതിന്റെ സബ് സർഫസിലും ക്രാക്ക് ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യാം സർഫസ് പ്രോബ് ആയിരിക്കും. അപ്പൊ ഈ സർഫസ് പ്രോബിന്റെ കോയിൽ വൈൻഡിങ്സ് എങ്ങനെയായിരിക്കും? കോയിൽ വൈൻഡിങ്സ് നമ്മുടെ സർഫസിന് പാരലൽ ആയിട്ടായിരിക്കും ഉണ്ടാവുക അല്ലെ? പാരലൽ ആയിട്ട് ഉണ്ടാവുക. അപ്പൊ സർഫസ് പ്രോബ് ഈ ഫിഗറിനകത്ത് ഇതൊരു സർഫസ് പ്രോബാണ്. ഈ ഒരു ഭാഗമില്ല, ഈ ബ്ലാക്ക് കളറുള്ള സൈഡ്, ഈ ഒരു ഭാഗമില്ല, ഇതാണ് നമ്മൾ സർഫസിന് മേലെയായിട്ട് വെക്കുക. ഇതിപ്പോ കടത്തി വെച്ചതാണ്. ഇതിന് നേരെ കുത്തനെ വെക്കും. ഇതും ഒരു സർഫസ് പ്രോബാണ്. നമുക്ക് കോയിൽ കാണാൻ പറ്റില്ല, കാരണം കോയിലിനെ കേസിങ്ങിനുള്ളിൽ പ്ലേസ് ചെയ്തിട്ടുള്ള. അപ്പൊ ഈ കേസിംഗ് ആണ് നമ്മൾ കാണുന്നത്. ഇതും ഒരു സർഫസ് പ്രോബാണ്. Okay. Then surface probes are usually designed to be handled and are intended to be used in contact with the test surface. നമുക്ക് കോണ്ടാക്ട് നോൺ കോണ്ടാക്ട് എന്തായാലും കുഴപ്പമില്ല, എഡി കറന്റ് ഫോം ചെയ്യും. Then surface probes generally consist of a coil, very fine wire encased in a protective housing. അപ്പൊ ഇതൊക്കെയാണ് പ്രൊട്ടക്റ്റീവ് ഹൗസിങ്സ് അല്ലെ പ്രൊട്ടക്റ്റീവ് കേസിങ്സ്. ഇതിന്റെ ഉള്ളിൽ ഒരു കോയില് ബൗണ്ട് ചെയ്ത് വെച്ചിട്ടാണ്. The size of the coil and shape of the housing are determined by the intended use of the probe. നമുക്ക് ഈ ഒരു 3 ഫിഗർ നോക്കിയാൽ 3 സൈസിലുള്ള പ്രോബ് കാണാം. നമ്മുടെ ആപ്ലിക്കേഷൻ അനുസരിച്ചിട്ട് നമുക്ക് ഇതിന്റെ സൈസ് കാര്യങ്ങളൊക്കെ ഡിറ്റർമൈൻ ചെയ്യാം. Most of the coils are wound so that the axis of the coil is perpendicular to the test surface. ഒരു കോയിലിന്റെ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഏതാ? ഞാൻ ഇവിടെ ഒരു കോയിൽ വരയ്ക്കുന്നുണ്ട്. ഈ കോയിലിന്റെ ആക്സിസ് ഏതാ? ഈ കോയിലിന്റെ വൈൻഡിങ്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്ന ഈ ലൈനല്ലേ ആക്സിസ് ഓഫ് കോയിൽ? ഇല്ലടാ, ഇവിടെ ഞാൻ ഇങ്ങനെ വരക്കാം, നേരത്തെ വരക്കാം. ഇതിന്റെ ആക്സിസ് എന്ന് പറയുന്നത് ഇതല്ലേ, ഈ സ്ട്രെയിറ്റ് ലൈൻ അല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ കോയിൽ എങ്ങനെയാ പ്ലേസ് ചെയ്യാം? സർഫസിന് പാരലൽ ആയിട്ടായിരിക്കും കോയിൽ വൈൻഡിങ്സ് ഉണ്ടാവുക. ആക്സിസ് എടുക്കുകയാണെങ്കിൽ ആക്സിസ് സർഫസിന് എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും അല്ലെ? പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആക്സിസ് ഉണ്ടാവുക. അതാണ് ഇവിടെ പറഞ്ഞത്. നമ്മൾ പറഞ്ഞതിന് വേറൊരു രീതി പറഞ്ഞതേ ഉള്ളൂ. മോസ്റ്റ് ഓഫ് ദ കോയിൽസ് ആർ ബൗണ്ട് സോ ദാറ്റ് ദ ആക്സിസ് ഓഫ് ദ കോയിൽ ഈസ് പെർപെൻഡിക്കുലർ ടു ദി ടെസ്റ്റ് സർഫസ്, അല്ലെങ്കിൽ കോയിൽ വൈൻഡിങ്സ് ആർ പാരലൽ ടു ദി ടെസ്റ്റ് സർഫസ്. ദാറ്റ് ഈസ് സർഫസ് പ്രോബ്. Then second one, bolt hole probes. Bolt hole probes. ഓർമ്മ വേണേ, പേരുകൾ ഓർമ്മ വേണേ. Bolt hole probes. These are special type of surface probe that is designed to be used with a bolt hole scanner. നമ്മള് പിന്നെ ബോൾട്ട് ഹോൾ എന്ന് പറഞ്ഞാൽ എന്താ അറിയാം? നമ്മൾ ചെറിയ സ്ക്രൂ ഒക്കെ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ആ സ്ക്രൂവിന്റെ ഡയമീറ്റർ കയറുന്ന ചെറിയ ഒരു വിട്ടുള്ള ഏരിയ ഇല്ലേ? ബോൾട്ട് ഹോൾ എന്ന് പറഞ്ഞാൽ ബോൾട്ട് ഇടുന്ന ഹോള്, ത്രെഡ് ഉള്ള ആ ഹോളില്ലേ? നിങ്ങളിപ്പോ ചുമരിലൊക്കെ ഡ്രിൽ ചെയ്യുന്നത്, സ്ക്രൂ കയറ്റാൻ വേണ്ടി ഡ്രിൽ ചെയ്യുന്നത് അല്ലെ? എന്നിട്ട് നമ്മൾ ആ ഡ്രിൽ ചെയ്ത ഒരു പിന്നെ പ്ലഗ് ഇട്ടിട്ട്
നമ്മൾ സ്ക്രൂ അതിലേക്ക് തിരിച്ചു കയറ്റും അല്ലെ. അപ്പൊ പ്ലഗിന്റെ ഒരു ഡയമീറ്റർ ഇല്ലേ, വളരെ ഫൈൻ ഡയമീറ്റർ ആയിരിക്കും അല്ലെ അല്ലേടാ. അപ്പൊ നമ്മുടെ ടെസ്റ്റ് പീസിലൊക്കെ ഇതുപോലുള്ള ബോൾട്ട് ഹോളുകളൊക്കെ നമ്മൾ ഡ്രിൽ ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ ഈ ബോൾട്ട് ഹോളിന്റെ ഒക്കെ ഉള്ളിൽ ക്രാക്കും കാര്യങ്ങളും വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ ബോൾട്ട് ഹോളിന്റെ ഉള്ളിലുള്ള ക്രാക്കും കാര്യങ്ങളും അത്രയും ചെറിയ ഡയമീറ്ററിനുള്ളിലുള്ള കാര്യങ്ങളെ ഐഡന്റിഫൈ ചെയ്യാൻ നമ്മുടെ കയ്യിൽ പ്രോബ് വേണം. ദാറ്റ് ഈസ് ബോൾട്ട് ഹോൾ പ്രോബ്. നിങ്ങൾക്ക് ഈ ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ നല്ല നമ്മുടെ പെന്നിന്റെ ഒക്കെ നിബ് പോലെ കൂർത്ത ഒരു ടിപ്പ് കാണാം. അതാണ് ഇവിടുത്തെ പ്രോബ് എന്ന് പറയുന്നത്. ഇതിന്റെ ഉള്ളിൽ ചെറിയ ചെറിയ കോയിൽ വൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഈ ചെറിയ ബോൾട്ട് ഹോളിന്റെ ഉള്ളിലേക്ക് ഈ ഒരു നിബ് പോലുള്ള ഈ സ്ട്രക്ചറിനെ ഇറക്കി വെക്കാൻ പറ്റും അല്ലെ. ഇവിടെ വേറെ എന്ത് കാണാൻ നിങ്ങൾക്ക് ഇതാ, ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇവിടുന്ന് ഒരു അഗ്രം കൂർന്നിട്ടുള്ള ഒരു നിബ് അല്ലെ, നമുക്ക് ബോൾട്ട് ഹോളിലേക്ക് ഈസി ആയിട്ട് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള വളരെ സ്മോൾ ഡയമീറ്ററുള്ള ഹോൾസിലൊക്കെ ടെസ്റ്റിംഗ് നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രോബിനാണ് ബോൾട്ട് ഹോൾ പ്രോബ് എന്ന് പറയുന്നത്. They have surface coil that is mounted inside a housing that matches the diameter of hole being inspected. The probe is inserted in the hole and the scanner rotates the probe within the hole. നമ്മളെ ചെറിയ ബോൾട്ട് കയറാൻ മാത്രം ചെറുതായിട്ടുള്ള ഇതുപോലുള്ള ഹോൾസിലൊക്കെ നമ്മൾ ഈ ബോൾട്ട് ഹോൾ പ്രോബ്സിനെ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ ഇറക്കി വെക്കും. എന്നിട്ട് കറസ്പോണ്ടിങ് റീഡിങ്സ് നമ്മൾ ഔട്ടർ സർഫസിന്റെ ഡിസ്പ്ലേ യൂണിറ്റിലൊക്കെ എടുത്തിട്ട് ടെസ്റ്റിംഗ് നടത്തും. ദിസ് ഈസ് ബോൾട്ട് ഹോൾ പ്രോബ്. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ് പറയാം. അത് പെട്ടെന്ന് അറ്റൻഡൻസ് എന്ന് പറയും. നമ്പർ 1, Present, sir. 2, Present, sir. 3, Present, sir. 4. Number 4, Present, 5, sir. Present, sir. 6, Present. 7,